വിശദാംശങ്ങളാണ് സിജോ വി ജോൺ നൽകിയത്. വയനാട് പുൽപ്പള്ളിയിലെ ആളുമാറിയുള്ള അറസ്റ്റിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആരോപണം മയപ്പെടുത്തി തങ്കച്ചൻ. പേരുകൾ പുറത്തു പറയുന്നതിൽ നിന്നും 7 ദിവസത്തിനകം അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുമെന്ന് സണ്ണി ജോസഫ് ഉറപ്പു നൽകിയതായും തങ്കച്ചൻ പറഞ്ഞു. വീട്ടിലെ കാർ പോർച്ചിൽ നിന്ന് കർണാടക മദ്യവും തോട്ടകളും കണ്ടെത്തിയ കേസിലായിരുന്നു തങ്കച്ചന്റെ അറസ്റ്റ്. ചെയ്യാത്ത കുറ്റത്തിന് 17 ദിവസം ജയിലിൽ കഴിഞ്ഞ തങ്കച്ചൻ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വിളിച്ചിരുന്നുവെന്നും 7 ദിവസത്തിനകം അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകിയതായും തങ്കച്ചൻ പറഞ്ഞു. കുറെ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, അതിനുവേണ്ടിയാണ് ഇന്ന് പത്രസമ്മേളനം വിളിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നലെ രാത്രി 10 മണിക്ക് എന്നെ KPCC പ്രസിഡന്റ് ബഹുമാനായ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് വിളിച്ചിരുന്നു. അദ്ദേഹമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. രണ്ടാമത് വീണ്ടും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആരുടെയും പേരെടുത്ത് പറയണ്ട, 7 ദിവസം കൊണ്ട്, അത് അന്വേഷണ കമ്മീഷനെ വെച്ച് 7 ദിവസം കൊണ്ട് ഞാൻ ഇതിനെല്ലാം നടപടിയാക്കി തരാം. മുളങ്കൊല്ലിക്ക് പുതിയ വാർഡ് പ്രസിഡന്റിനെയും തരാം. ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ഡമ്മി പ്രതിയാണെന്നും ഗൂഢാലോചന നടത്തിയവർ ഇനിയും പിടിയിലാകാനുണ്ടെന്നും തങ്കച്ചൻ പറയുന്നു. തങ്കച്ചൻ ജയിലിൽ കിടക്കേണ്ടി വന്നതിൽ കോൺഗ്രസ് നേതാക്കൾക്ക് പങ്കുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചു. കെട്ടിച്ചമച്ച കേസാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലീസ് അവിടെ പ്രകടിപ്പിച്ചില്ല. കോൺഗ്രസിന്റെ അകത്ത് ആർക്കെങ്കിലും അതിൽ പങ്കുണ്ടെങ്കിൽ ഗൗരവബുദ്ധിയ ആ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി അച്ചടക്ക നടപടികൾ സ്വീകരിക്കും, പരിശോധിക്കും. മീഡിയ 1 വയനാട്.